Premium selling secret number 3, raise your price. പ്രീമിയം ബിസിനസ് ആകണം എങ്കിൽ, പ്രീമിയം സെല്ല് ചെയ്യണം എങ്കിൽ യു ഹാവ് ടു റേസ് യുവർ പ്രൈസ്. വില കൂട്ടണം. ദ മോസ്റ്റ് പ്രോഫിറ്റബിൾ ഡിസിഷൻ ഇൻ യുവർ ബിസിനസ്, വില കൂട്ടുക. നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഡിസിഷൻ, റേസ് യുവർ പ്രൈസ്. ഒരൊറ്റ തീരുമാനം നിങ്ങളുടെ ബിസിനസ്സിലെ എല്ലാ പ്രശ്നങ്ങളും തീരാൻ, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും തീരാൻ നിങ്ങൾ ഒരൊറ്റ കാര്യം തീരുമാനിച്ചാൽ മതി, റേസ് യുവർ പ്രൈസ്. എങ്ങനെ എന്നുള്ളത് പിന്നെ, ആദ്യം ഉയർത്താൻ തീരുമാനിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ വോളിയം ബിസിനസ്സിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഒരുപാട് കൂട്ടേണ്ടതായിട്ട് വരും. അതിന് മാർക്കറ്റിങ്ങിന് നമ്മൾ ഒരുപാട് പൈസ ഇറക്കേണ്ടതായിട്ട് വരും. അതിന് നിങ്ങൾ ഒരുപാട് സ്റ്റാഫിനെ കൂടുതൽ എടുക്കേണ്ടതായിട്ട് വരും. നിങ്ങൾ കൂടുതൽ പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. കൂടുതൽ മണിക്കൂറുകൾ നിങ്ങൾ പണിയെടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ റവന്യൂ കൂടുന്തോറും നമ്മുടെ പ്രശ്നങ്ങളും അതോടൊപ്പം കൂടും. നമുക്ക് വേണ്ടത്, വി ഹാവ് ടു മീറ്റ് അവർ ഫിനാൻഷ്യൽ ടാർഗറ്റ് ഫ്രം ഫ്യൂ കസ്റ്റമേഴ്സ്. വളരെ കുറച്ച് കസ്റ്റമേഴ്സിൽ നിന്ന് നമ്മളുടെ ഫിനാൻഷ്യൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പഠിക്കണം. അതാണ് ഫിറോസ് പറഞ്ഞത്, 50 ലക്ഷമാണ് എൻ്റെ ടാർഗറ്റ്, അത് വെറും 100 പേരിൽ നിന്ന് എങ്ങനെ ഉണ്ടാക്കാം. പെർഫ്യൂം ഉണ്ടാക്കി വിറ്റാൽ എനിക്ക് 50 ലക്ഷം രൂപ അല്ലെങ്കിൽ 50,000 രൂപയുടെ പെർഫ്യൂം വിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിച്ചു, എങ്കിൽ എങ്ങനെ പെർഫോം ബിസിനസ് ചെയ്യാമെന്ന് പഠിപ്പിച്ചാൽ എനിക്ക് 50,000 രൂപ എങ്ങനെ ഉണ്ടാക്കാം. CC ഓൺലൈനല്ലേ പഠിപ്പിക്കുന്നത്? ഓൺലൈനിൽ പെർഫ്യൂം ഉണ്ടാക്കുന്ന ബിസിനസ് ചെയ്യാൻ പഠിപ്പിക്കുന്നതിന് 50,000 രൂപ ആരും കൊടുക്കും? അല്ലെങ്കിൽ 50 ലക്ഷം രൂപയുടെ പെർഫ്യൂം വിൽക്കണമെങ്കിൽ 500 രൂപയുടെ എത്ര പ്രൊഡക്റ്റ് വിൽക്കണം? എത്രയാ? 10, 100, 1000, 10,000 പെർഫ്യൂം വിൽക്കണം. 500 രൂപ ലാഭം കിട്ടുന്ന, 500 രൂപ ലാഭം കിട്ടണമെങ്കിൽ ഒരു 1500, 2000 രൂപയുടെ പ്രൊഡക്റ്റ് വിൽക്കണം. 2000 രൂപയുടെ പ്രൊഡക്റ്റ് 10,000 കസ്റ്റമർക്ക് വിറ്റാലേ 50 ലക്ഷത്തിലേക്ക് എത്തൂ. ആ സാധനം വെറും 100 പേർക്ക് വിറ്റിട്ട് നമ്മളുടെ ഫിനാൻഷ്യൽ ടാർഗറ്റിലേക്ക് എത്തുന്നു. സോ നമ്മൾ തീരുമാനിക്കേണ്ടത് എന്താണ് നമ്മളുടെ ഫിനാൻഷ്യൽ ടാർഗറ്റ്. അത് വളരെ കുറച്ച് കസ്റ്റമേഴ്സിൽ നിന്ന്, നമ്പേഴ്സിൽ നിന്ന് എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും. സോ ഒന്നെങ്കിൽ യു ക്യാൻ ഫൈൻഡ് മോർ കസ്റ്റമർ, അല്ലെങ്കിൽ സിംപ്ലി യു ക്യാൻ റേസ് യുവർ പ്രൈസ്. സോ വില കൂട്ടാൻ പഠിക്കാം. എങ്ങനെ വില കൂട്ടണം? വില കൂട്ടാനുള്ള 5 മാർഗങ്ങൾ, 5 ways to raise your price. Method number 1, add fees. നമ്മുടെ ബേസ് പ്രൈസ് സെയിം ആയി തന്നെ നിലനിർത്തും, പക്ഷെ നമ്മുടെ ടോട്ടൽ പ്രൈസിൽ മാറ്റം വരുത്തുന്നു. ഫീസുകൾ പല കാര്യങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യുന്നു. നമ്മളൊരു റിസോർട്ടിൽ റൂം എടുക്കുമ്പോൾ 5,000 ആണ് ഇതിൻ്റെ ബേസ് റേറ്റ്. നിങ്ങൾ അതിൻ്റെ സ്പ്ലിറ്റപ്പ് എടുത്തു കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന ഒരു 25,000 മേടിക്കും. അതെടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് റിസോർട്ട് ഫീ, ഇന്റർനെറ്റ് ഫീ, സർവീസ് ചാർജ്, പാർക്കിംഗ് ഫീ, അത് ഇത് സ്വിമ്മിംഗ് പൂള്, ക്ലബ്ബ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് പല 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 സംഭവങ്ങളാക്കി 25,000 ആക്കി മാറ്റും. ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് ഫ്രീ, പക്ഷേ അക്കൗണ്ട് പ്രോസസ് ചെയ്യുന്നതിന് ഫീസ്, അതിൻ്റെ മെയിൻ്റനൻസിന് ഫീസ്, ATM ഫീസ്, ചെക്ക് ബുക്കിന് ഫീസ്, ഇത്ര ട്രാൻസാക്ഷന് മുകളിൽ വന്ന ഫീസ്, ഇത്ര മിനിമം ബാലൻസ് കീപ്പ് ചെയ്തില്ലെങ്കിൽ ഫീസ്. പറയുമ്പോഴോ അക്കൗണ്ട് ഫ്രീ, പറയുമ്പോൾ അക്കൗണ്ട് ഓപ്പണിംഗ് ഫ്രീ.
ഹിഡൻ ചാർജസ് എത്രയാണ് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ? അതെന്താ അവർ ചെയ്തിരിക്കുന്നത്? പല സർവീസുകൾക്ക് ഫീസ് ആഡ് ചെയ്തിരിക്കും. നമുക്കൊരു പ്രശ്നവും കൂടാതെ നമ്മളത് കൊടുക്കുന്നുണ്ട്. ഒരു എയർ ടിക്കറ്റ് എടുത്ത് നോക്കണം. നിങ്ങൾ 30,000 രൂപ എന്ന് കണ്ടിരിക്കുന്ന എയർ ടിക്കറ്റിന്റെ ബേസ് ചാർജ് എന്ന് പറയുന്നത് 2,500 3,000 രൂപയെ കാണത്തുള്ളൂ, അല്ലെ 6,000 രൂപ. ബാക്കിയെല്ലാം എയർപോർട്ട് ചാർജ്, ലഗേജ് ഹാൻഡ്ലിംഗ് ഫീ, മറ്റേ സർവീസ്, ഈ സർവീസ്, ആ സർവീസ് എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ പ്രത്യേകത എന്താ? ഈ ബേസിന് മാത്രമാണ് ടാക്സബിൾ, മറ്റേതിന് ടാക്സ് ഇല്ലാതെ പല ഓപ്ഷൻസ് ഇതിൻ്റെ അകത്ത് ഉണ്ട്. ബേസ് ഫെയർ മാത്രം നോക്കിക്കഴിഞ്ഞാൽ പല ഫ്ലൈറ്റിനും 6,000 പ്ലസ്, അത്രയേ ഉള്ളൂ. സീറ്റ് സെലക്ട് ചെയ്യുന്നതിന് ഇപ്പം ഫീസ് മേടിക്കുന്നുണ്ട്. ഫ്ലൈറ്റിൽ ഏത് സീറ്റ് വേണം? അയൽ സീറ്റാണോ, മിഡിൽ സീറ്റാണോ, വിൻഡോ സീറ്റാണോ, ഫ്രണ്ട് റോ ആണോ, ബാക്ക് റോ ആണോ, 15ാമത്തെ റോ ആണോ, ഏത് വേണോ എന്നുള്ള സീറ്റ് സെലക്ട് ചെയ്യുന്നതിന് ഫീസ്. ഫുഡിന് ഫീസ്. വെള്ളം പോലും ഇപ്പൊ തരത്തില്ല, അതുവരെ പെയ്ഡാണ് ഫീസ്. ബാഗേജ് ഫീ, ഇത്ര കിലോയെ പറ്റത്തുള്ളൂ, അതിന് മുകളിൽ ഫീ. ഹാൻഡ് ബാഗ് മാത്രമേ പറ്റൂ, ലഗേജിന് ഫീ. പറയുമ്പോൾ എന്തായി? നമ്മൾ കമ്പയർ ചെയ്യുന്ന എന്താണ്? ഫ്ലൈറ്റ് ചാർജാണ് നമ്മൾ നോക്കുന്നത്. അത് നോക്കുമ്പോൾ ഒന്നുമില്ല. അത് കഴിഞ്ഞ് ഓരോന്നായിട്ട് ആഡ് ചെയ്താണ് വരുന്നത് ഫീസ്. സോ നിങ്ങൾ ഇന്ന് ഓഫർ ചെയ്യുന്നതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾക്ക് അഡീഷണൽ ഫീസ് ചാർജ് ചെയ്യാം? നിങ്ങളിൽ എത്ര പേര് നിങ്ങൾ അവരുടെ ഇന്റീരിയർ സെറ്റ് ഔട്ട് ചെയ്യുന്നതിന്, ഫിറ്റ് ഔട്ട് റെഡിയാക്കുന്നത് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നവരുണ്ട്? നിങ്ങൾ ശമ്പളം കൊടുത്തിരുത്തിയിരിക്കുന്ന, സാലറി കൊടുത്തിരുത്തിയിരിക്കുന്ന ആർക്കിടെക്ട്സിനെയും ക്യാഡ് ഡ്രോയറിനെയും എടുത്തിട്ട് അവനെ കൊണ്ട് ക്യാഡ് വരപ്പിച്ച് അവർക്ക് കൊടുക്കുന്നത് നിങ്ങൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ ഫ്രീ ആ കൊടുക്കുന്നത്. നമ്മുടെ ഡിസൈനേഴ്സിനെ കൊണ്ടുപോയി, അല്ലെങ്കിൽ നമ്മുടെ ആളുകൾ പോയി മെഷർമെന്റ് എടുത്ത് അവർക്ക് വേണ്ടിയിട്ട് പ്ലാൻ സെറ്റ് ഔട്ട് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ശമ്പളം കൊടുക്കാതെ ഇവന്മാരും ചെയ്തു തരത്തില്ല, അല്ലേ? നമ്മൾ ശമ്പളം കൊടുത്ത് അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ ഇവർ കൊണ്ടുപോയി ഫ്രീ കൊടുക്കുന്നു. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾക്ക് അഡീഷണൽ ഫീസ് ചാർജ് ചെയ്യാം? ഓൺ ബോർഡിംഗ് ഫീ, സെറ്റപ്പ് ഫീ, കൺസൾട്ടേഷൻ ഫീ. കൺസൾട്ടേഷൻ, നിങ്ങളുടെ സെയിൽസ് സ്റ്റാഫ് പോയിക്കോട്ടെ, നിങ്ങളുടെ സൈറ്റ് സൂപ്പർവൈസർ പോയിക്കോട്ടെ മെഷർമെന്റ് എടുക്കാൻ. നിങ്ങൾ ചെല്ലണമെങ്കിൽ, നിങ്ങളുടെ അഡ്വൈസ് കിട്ടണമെങ്കിൽ, നിങ്ങളുടെ എക്സ്പീരിയൻസ് അവർക്ക് കൊടുക്കണമെങ്കിൽ കൺസൾട്ടേഷൻ ഫീ. ഇതൊന്നും നമ്മൾ ഉണ്ടാക്കിയതല്ല, ആക്ച്വലി നമ്മളുടെ ബിസിനസ്സിലെ റിയൽ കോസ്റ്റുകളാണ് ഇതൊക്കെ. അവരെന്തോ ഒരു ഔദാര്യം പോലെ കസ്റ്റമേഴ്സ് ഇത് പറ്റിക്കൊണ്ടിരിക്കുന്നു, നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനൊക്കെ നമുക്ക് ചെലവുള്ളതാ. അപ്പൊ നമ്മൾ ഫ്രീ കൊടുത്തുകൊണ്ടിരുന്ന എന്തൊക്കെ കാര്യങ്ങൾക്ക് നമുക്ക് ഫീസ് ആഡ് ചെയ്യാം? എന്തൊക്കെ അഡീഷണൽ ഫീസ് നമുക്ക് ആഡ് ചെയ്യാം? നമ്മൾ ഈ ഫീസ് ആഡ് ചെയ്യാതെ ഇവർക്ക് ഫ്രീ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇതെല്ലാം നമ്മളുടെ ബിസിനസ്സിലെ ലാഭം ഊറ്റി എടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ബില്ല് ചെയ്യാത്ത ഓരോ മണിക്കൂറും, അത് നിങ്ങളുടെ ആയിക്കോട്ടെ, നിങ്ങൾ ശമ്പളം കൊടുക്കുന്നവരുടെ ആയിക്കോട്ടെ, അവരുടെ ഓരോ മണിക്കൂറും, നിങ്ങൾ ബില്ല് ചെയ്യാത്ത ഓരോ എക്സ്ട്രാസും, അൺപ്രൈസ്ഡ് എക്സ്ട്രാസ്, ഈ ചെറിയ 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 കാര്യങ്ങളെല്ലാം, നമ്മൾ ഈ കൊടുത്തുകൊണ്ടിരിക്കുന്ന ചെറിയ ഫ്രീകളെല്ലാം കൂടെ, ഇറ്റ്സ് ആക്ച്വലി എ ഡൊണേഷൻ ഫ്രം യുവർ മാർജിൻ. നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന ഡൊണേഷനാണ് ഇതെല്ലാം. ക്ലയന്റിന്റെ പോക്കറ്റിലെത്തുന്ന ഡൊണേഷൻസ്. സോ മെത്തേഡ് നമ്പർ 1, ആഡ് ഫീസ്. എനിത്തിങ്, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്തെങ്കിലും കിട്ടിയോ? എവിടെങ്കിലും ഒരു പോയിന്റിൽ ഹൗ ക്യാൻ ഐ ആഡ് ഫീസ് ടു മൈ കറന്റ് ഓഫർ? എന്ത് ഫീസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും? കൺസൾട്ടേഷൻ, അഡ്മിഷൻ, ഡോക്യുമെന്റേഷൻ, കോസ്റ്റിംഗ്, ബഡ്ജറ്റിംഗ്, എക്സ്ട്രാസ്. Think. Yes.
പ്രൈസ് കൂട്ടാനുള്ള രണ്ടാമത്തെ മാർഗം, സ്റ്റേജ് യുവർ പ്രൈസ് ഇൻക്രീസ്. സ്റ്റേജ് യുവർ പ്രൈസ് ഇൻക്രീസ്. സ്റ്റേജ് ബൈ ഘട്ടം ഘട്ടമായി നമ്മുടെ പ്രൈസ് ഉയർത്തുക. സ്റ്റേജ് യുവർ പ്രൈസ് ഇൻക്രീസ്. മുൻകൂട്ടി അനൗൺസ് ചെയ്യുക, ഇന്ന മാസം തൊട്ട് നമ്മളുടെ റേറ്റ് കൂടും, അടുത്ത മാസം 1-ാം തീയതി മുതൽ നമ്മളുടെ റേറ്റ് കൂടും. കാരണം സഡൻ പ്രൈസ് ഹൈക്ക് ചിലപ്പോൾ ഒരു ഷോക്കായിരിക്കും കസ്റ്റമർക്ക്, നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സ്. അവിടെ എന്ത് ചെയ്യുന്നു? സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നു. അത് അക്സെപ്റ്റബിൾ ആണ്. ഒരു 3 മാസത്തെ നോട്ടീസ് പീരീഡ് കൊടുക്കുകയാണ് കസ്റ്റമേഴ്സിന്. വിത്തിൻ 3 months നമ്മളുടെ റേറ്റ് കൂടും. നോട്ട് ആൻ അപ്പോളജി, ക്ഷമയൊന്നും പറഞ്ഞുകൊണ്ടല്ല, ഒരു ഇൻഫർമേഷൻ അവരിലേക്ക് പാസ് ചെയ്യുന്നു. നമ്മളുടെ പ്രൈസിങ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നു ഇൻ 3 months. സോ ഞങ്ങളൊരു നോട്ടീസ് ഇൻ അഡ്വാൻസ് ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. 3 കാര്യങ്ങൾ അവിടെ സംഭവിക്കും. ഒന്ന്, നല്ല കസ്റ്റമേഴ്സിന്, മറ്റവന്മാർ പോയെന്ന് നമ്മൾ പറഞ്ഞല്ലോ, നല്ല കസ്റ്റമേഴ്സിന് ഈ ട്രാൻസ്പെറൻസി ഇഷ്ടപ്പെടും. അവർ ഹൈഡ് ചെയ്തല്ല, അത് നല്ല നല്ല ട്രാൻസ്പെറൻ്റ് ആണ് അവർ എന്ന് മനസ്സിലാക്കും. അത് അവർക്ക് ഇഷ്ടപ്പെടും. കാരണം ഇതൊക്കെ പ്രീമിയം കസ്റ്റമേഴ്സാണ്, അവർക്ക് ആ ട്രാൻസ്പെറൻസി ഇഷ്ടമാണ്. ഓക്കെ, ഇനി കമ്മിറ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് കാണും. അവരെന്ത് ചെയ്യും? ഇത് നമുക്കൊരു ഗുണം ചെയ്യും. അഡ്വാൻസ് ആയിട്ട് പേയ്മെന്റ് തന്നു വെക്കും. ഈ കറന്റ് പ്രൈസിൽ ഞങ്ങൾക്ക് ഇത്ര സാധനം വേണം, ഓക്കെ പേയ്മെന്റ് ഇതായിരിക്കുന്നുണ്ട്, നമുക്ക് സാധനം ഈ റേറ്റിൽ എനിക്ക് സപ്ലൈ ചെയ്യണം, അഡീഷണൽ സ്റ്റോക്ക്, ഓൾഡ് പ്രൈസ്. ഇത് നമ്മുടെ ക്യാഷ് ഫ്ലോനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യും. കാരണം അപ്ഫ്രണ്ട് പേയ്മെന്റ് കിട്ടും നമുക്ക്. ഈ പ്രൈസ് അനൗൺസ്മെന്റ് തന്നെ ഒരു കോൺഫിഡൻസിന്റെ സൂചനയായിട്ടാണ് പ്രീമിയം കസ്റ്റമേഴ്സ് കാണുന്നത്. നമ്മൾ ആഗ്രഹിച്ചിട്ടില്ലേ നമ്മുടെ നാട്ടിലെ നല്ല റെസ്റ്റോറൻറ്റ്, നമ്മുടെ നാട്ടിലെ നല്ല ബാർബർ ഷോപ്പ്, നമ്മുടെ നാട്ടിലെ നല്ല കടകൾ അത് നിലനിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടില്ലേ? അല്ലേ? നല്ലത് നിലനിൽക്കാൻ നമ്മൾ ആഗ്രഹിക്കും. നമ്മളൊരു തട്ടുകടയിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് എന്താ 50 രൂപ കൂടുതൽ കൊടുക്കുന്നത്? ഇത് നല്ല ഫുഡാണ്, ഇതെന്നും എനിക്ക് കിട്ടണം, നിങ്ങൾ നശിക്കരുത്, ആണോ? ഇത് പ്രീമിയം കസ്റ്റമറിലേക്ക് എത്തുമ്പോൾ ഈ 50 രൂപ എന്നുള്ളത് 5000-വും 50,000-വും 5 ലക്ഷം ആയാലും കുഴപ്പമില്ല. ദേ വാണ്ട് യു ടു ബി ഹിയർ. നിങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. ഇറ്റ്സ് എ ലീഡർഷിപ്പ് മൂവ്. ഇറ്റ് ഷോസ് യുവർ ലീഡർഷിപ്പ്. നിങ്ങളുടെ ആ ഫ്രീക്ക് നിങ്ങൾ ഫീസ് ചാർജ് ചെയ്ത് തുടങ്ങുമ്പോൾ ഇറ്റ് ടെൽസ് ദ മാർക്കറ്റ് ദാറ്റ് യു ആർ ഗ്രോയിങ്, ദാറ്റ് വി ആർ സീരിയസ്. നമ്മൾ വളരുന്നെന്നും നമ്മൾക്ക് ഒരുപാട് ബിസിനസ് ഉണ്ടെന്നും ഉള്ള സിഗ്നലാണത് നമ്മുടെ വില കൂട്ടുന്നത്. മെത്തേഡ് നമ്പർ 3, എക്സിസ്റ്റിംഗ് കസ്റ്റമർക്ക്, അതായത് ഗ്രാൻഡ് ഫാദർ യുവർ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ്, വിച്ച് മീൻസ് പ്രൈസ് നമ്മൾ കൂട്ടുന്നു, നിലവിലുള്ള കസ്റ്റമേഴ്സിന് കൂട്ടുന്നില്ല. അതാണ് ഗ്രാൻഡ് ഫാദർ പ്രൈസിങ് സ്ട്രാറ്റജി. നിലവിലുള്ളവർക്ക് നമ്മൾ കൂട്ടുന്നില്ല, ന്യൂ കസ്റ്റമേഴ്സിന് ന്യൂ പ്രൈസിൽ കൊടുക്കുന്നു. എക്സിസ്റ്റിംഗ് കസ്റ്റമർക്ക് പഴയ വില തന്നെ, പുതിയ കസ്റ്റമറിന് പ്രൈസ് കൂട്ടുന്നു. ഇതാണ് 3ാമത്തെ സ്ട്രാറ്റജി, വില കൂട്ടാനുള്ളത്. നിലവിലുള്ള കസ്റ്റമർക്ക് വില കൂട്ടുന്നില്ല, പുതിയ കസ്റ്റമർക്ക് മാത്രം കൂട്ടുന്നു, നിലവിലുള്ളവർക്ക് അതേ പ്രൈസ്. എക്കാലവും അല്ല, ഒരു സർട്ടൻ പീരീഡ്. എന്നിട്ട് ഇവരെ നമ്മൾ അറിയിക്കുകയും ചെയ്യും, നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഒക്കെ വില കൂടിയിട്ടുണ്ട്, നമ്മുടെ സർവീസിന്. പക്ഷെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്, സാറിനെ ഇത് ബാധിക്കുന്നില്ല. ഫോർ നെക്സ്റ്റ് 6 months, അടുത്ത 6 മാസത്തേക്കും കൂടെ സാറിന് ആ പഴയ വിലയ്ക്ക് തന്നെ തരാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് എന്ത് ഫീൽ ചെയ്തു? യെസ്, അവരൊരു വാല്യൂഡ് കസ്റ്റമർ ആയിട്ട് നമ്മൾ അംഗീകരിച്ചതായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. എന്നിട്ട് പുതിയ കസ്റ്റമേഴ്സിന് എന്നിട്ട് എന്ത് സംഭവിച്ചു? ഈ പറഞ്ഞ 6 months പീരീഡിൽ ഓട്ടോമാറ്റിക്കലി ഇവരുടെയും വില കൂടും. അവരും അംഗീകരിച്ച് കഴിഞ്ഞതാണല്ലോ. സോ പുതിയ കസ്റ്റമേഴ്സിന് പുതിയ പ്രൈസ്. നമ്പർ 4, എന്ത് കാര്യത്തിൽ വാല്യൂ അഡിഷൻ കൊണ്ടുവരാം? ആഡ് വാല്യൂ ടു ആഡ് പ്രൈസ്. എന്ത് വാല്യൂ അഡിഷൻ കൊണ്ടുവരാം പ്രൈസ് കൂട്ടാൻ? എന്ത് എക്സ്ട്രാ കൊടുക്കാം? എന്തും കൂടെ എക്സ്ട്രാ കൊടുത്തിട്ട് എനിക്ക് എക്സ്ട്രാ പേയ്മെന്റ് മേടിക്കാം. ആഡ് വാല്യൂ. എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റിൽ, എക്സിസ്റ്റിംഗ് സർവീസിൽ എന്ത് വാല്യൂ ആഡ് ചെയ്യാം ടു റേസ് മൈ പ്രൈസ്?
ഇതിന് ഞാൻ കിങ്സ് ക്ലബിൽ കണ്ടുപിടിച്ച ഒരു കാര്യം, എനിക്ക് കിങ്സ് ക്ലബിലേക്ക് വരുന്നവർക്ക് അവരോട് ഞാൻ പറഞ്ഞിരിക്കുന്ന എൻ്റെ പ്രൊഡക്റ്റ് എന്ന് ജോയിൻ ചെയ്യുന്നോ അന്ന് നെക്സ്റ്റ് ഡേ മോർണിംഗ് മുതൽ 365 ദിവസം കിങ്സ് ക്ലബിൽ ഉണ്ടായിരിക്കും. ഇതാണ് ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അവിടെ ഒരു വാല്യൂ അഡിഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, കഴിഞ്ഞ 6 വർഷത്തിൽ, ഇപ്പം 6 വർഷമായി നമ്മുടെ കിങ്സ് ക്ലബ്, ഈ 6 വർഷത്തിൽ കിങ്സ് ക്ലബിൽ ഞാൻ പഠിപ്പിച്ച് ഇവർക്ക് ഈ പറയുന്ന എല്ലാ നേട്ടങ്ങളും ഉണ്ടാക്കി കൊടുത്ത എല്ലാ സെഷൻസും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മളുടെ ഒരു ലൈബ്രറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആ ലൈബ്രറിയിലേക്കുള്ള ആക്സസ് കാർഡ് കിങ്സ് ക്ലബിൽ നിങ്ങൾ വരുമ്പോൾ ഫ്രീ ആയിട്ട് അങ്ങ് തരും. അതായത് നിങ്ങൾ ക്ലാസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട. കഴിഞ്ഞ 6 വർഷത്തിൽ ഇവരെ പഠിപ്പിച്ച എന്ത് കാര്യവും, സെയിൽസ് ആയിക്കോട്ടെ, മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ഫിനാൻസ് ആയിക്കോട്ടെ, വെൽത്ത് ആയിക്കോട്ടെ, ലീഡർഷിപ്പ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, വട്ടെവർ നിങ്ങളുടെ പ്രശ്നം എന്താണോ അതിൽ കയറുക, സെർച്ച് ചെയ്യുക. ഫോണിൽ ആപ്പായിട്ടോ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ വെബ്സൈറ്റിലോ നിങ്ങൾക്ക് പോയി ആ ക്ലാസ് മാത്രം കാണാം. ഇന്ന് രാത്രി കാണാം, നാളെ രാവിലെ നടപ്പാക്കാം, നാളെ വൈകുന്നതിനിപ്പുറം ഇന്നിറക്കിയ പൈസ തിരിച്ചു മേടിക്കാം. ഇതെന്താണ്? വാല്യൂ അഡിഷൻ. കിങ്സ് ക്ലബ് കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റിയിലേക്കുള്ള എൻട്രി, വാല്യൂ അഡിഷൻ. മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പ്, നിങ്ങൾക്കൊരാശയം തോന്നി അത് ഡിസ്കസ് ചെയ്യാനുള്ള ഒരിടം. Q&A സെഷൻസ്, നിങ്ങൾക്കൊരു സംശയമുണ്ട് അത് ചോദിക്കാനുള്ള ഇടം. ഇതെല്ലാം വാല്യൂ അഡിഷൻസ് ആയിട്ട് നമ്മുടെ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് ഇത്രയേ ഉള്ളൂ, 1 വർഷം പഠിപ്പിക്കും. പക്ഷെ ഇപ്പോ ഈ പറഞ്ഞ റിയൽ പ്രൊഡക്റ്റിനേക്കാൾ വാല്യൂബിൾ ആണ് ഇതിന്റെ ഒപ്പം കൊടുക്കുന്ന പാക്കേജ്. കറക്റ്റ്? എനിക്ക് ഉറപ്പാണ് അടുത്ത 1 വർഷം ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നതിനേക്കാൾ 1000 ഇരട്ടി മൂല്യം ഓൾറെഡി ഞാൻ പഠിപ്പിച്ച് കഴിഞ്ഞ ക്ലാസ്സുകൾക്ക് ഉണ്ട്. കാരണം നിങ്ങൾക്ക് വേണ്ടത് അതാണ്, നിങ്ങളുടെ ബേസ് അവിടെയാണ് പ്രശ്നം. അപ്പം റിയൽ പ്രൊഡക്റ്റിനേക്കാൾ വാല്യൂ ആഡിഷന് ഇമ്പോർട്ടൻസ് കൂടി. ഇത് രണ്ടുകൂടെ ചേരുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് വിൽ ബിക്കം മോർ ആൻഡ് മോർ പവർഫുൾ. സോ എന്തൊക്കെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വാല്യൂ അഡിഷൻ കൊണ്ടുവരാൻ പറ്റും? അതൊരു എക്സ്റ്റെൻഡഡ് സർവീസ് സപ്പോർട്ട് ആയിക്കോട്ടെ, 6 മാസം വാറണ്ടി എന്നുള്ളത് 1 ഇയറിലേക്കാക്കി, 3 ഇയറിലാക്കി. മാസത്തിൽ ഒരിക്കൽ ഓൺലൈൻ കൺസൾട്ടേഷൻ എന്നുള്ളത് മാസത്തിൽ 2 വട്ടമാക്കി കൊടുക്കുന്നു. എന്ത് എക്സ്ട്രാ വാല്യൂ ആഡ് ചെയ്തുകൊണ്ട്. ഇനി പ്രയോറിറ്റി റെസ്പോൺസ് ടൈം, നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ യു ആർ അവർ പ്രയോറിറ്റി കസ്റ്റമർ. ആദ്യം നിങ്ങൾക്കായിരിക്കും നമ്മൾ അറ്റൻഷൻ തരുന്നത്. നിങ്ങളുടെ പ്രശ്നം ഞങ്ങൾ വിത്തിൻ 24 hours അല്ലെ 12 hours തീർത്തിരിക്കും. ഇത് ഞങ്ങളുടെ കമ്മിറ്റ്മെന്റ്. ഇതിന് എക്സ്ട്രാ പേയ്മെന്റ്, അതിന് എക്സ്ട്രാ. നമ്മളൊരു ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ നേരം അവർ വന്നിരുന്ന് നമ്മളുടെ അടുത്ത് പല 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 ഓഫറാണ് പറയുന്നത്. ഇതാണെങ്കിൽ ഇന്ന ഫീച്ചേഴ്സ്, ഇത്ര തവണ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ലോഞ്ചിൽ കയറാം, ഇത്ര തവണ ഡൊമസ്റ്റിക് കയറാം, ഇത്ര തവണ ഇന്ന കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ ഇതാണെങ്കിൽ സാർ ഇത്രയുണ്ട്, എണ്ണം കൂടുന്നു. വാല്യൂ അഡിഷൻ. വാല്യൂ അഡിഷൻ എന്ത് വാല്യൂ ആഡ് ഓൺ ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാം? കുറച്ച് സമയം കൂടുതൽ കൊടുക്കുന്നതാകാം, ആക്സസ് കൂടുതൽ കൊടുക്കുന്നതാകാം, നമുക്കും കോൺഫിഡൻസ് കൂടി. ആ വാല്യൂ അഡിഷന് വേണ്ടിയിട്ടാണ് ഈ പ്രൈസ്. ഈ പ്രൈസ് ആ വാല്യൂ അഡിഷൻ ഇക്വലന്റ് ആണ്. നമ്പർ 4, ആഡ് വാല്യൂ ടു ആഡ് പ്രൈസ്. അതുകൊണ്ടാണ് പറയുന്നത് റേസ് യുവർ വാല്യൂ ടു റേസ് യുവർ പ്രൈസ്. നമ്മുടെ വാല്യൂ ഇങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കുക, അതനുസരിച്ച് വിലയും കൂട്ടിക്കൊണ്ടേയിരിക്കുക. ഞാൻ ആഡ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കേട്ടോ. 1, ലൈബ്രറി റെക്കോർഡിങ്സ്. എൻ്റെ സമയമോ എൻ്റെ അഡീഷണൽ എഫോർട്ടോ വേണ്ട. കമ്മ്യൂണിറ്റി, എൻ്റെ സമയമോ എൻ്റെ അഡീഷണൽ എഫോർട്ടോ വേണ്ട. മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പ്, എൻ്റെ സമയമോ എൻ്റെ അഡീഷണൽ എഫോർട്ടോ വേണ്ട. പക്ഷെ ഇത് കിട്ടുന്നവർക്ക് കിട്ടുന്ന വാല്യൂ അത് ഭയങ്കര, നമുക്ക് എഫേർട്ട് കുറവാണ്. അങ്ങനെ ആയിരിക്കണം വാല്യൂ. അല്ലാതെ നമ്മൾ പോയി പെട്ടുപോരുത്. നമ്മുടെ സമയം കൊണ്ട് കൊടുത്താൽ നമ്മൾ ഇവിടെ ആയിപ്പോവും. അങ്ങനെ ഒരു കസ്റ്റമറും നമ്മളെ ലോക്ക് ചെയ്യാൻ പാടില്ല. ഒരു കസ്റ്റമറും നമ്മളെ ലോക്ക് ചെയ്യാൻ പാടില്ല. അത് പ്രീമിയം ആയാലും ചീപ്പായാലും എപ്പോഴും അത് ശ്രദ്ധിക്കണം. പൈസ മേടിച്ചു എന്നതിന്റെ അർത്ഥം ഞാൻ നിന്റെ അടിമയാണ് എന്നല്ല. അതുപോലെ തന്നെ എല്ലാ കസ്റ്റമേഴ്സിനെ ഒരുപോലെ ട്രീറ്റ് ചെയ്യരുത്. ട്രീറ്റ് ദം ബേസ്ഡ് ഓൺ ദ പ്രൈസ്.
10,000 രൂപയ്ക്ക് വന്ന് ഇന്ന് നിങ്ങൾക്കുള്ളതല്ല 2 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത കിങ്സ് ക്ലബ്ബുകാർക്ക് കൊടുക്കുന്നത്. ആ വാല്യൂ അല്ല, ആ റിസൾട്ട് അല്ല 15 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത കിങ് മേക്കേഴ്സിന് കൊടുക്കുന്നത്. അതേ അല്ല 25 ലക്ഷത്തിന്റെ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്നത്. ട്രീറ്റ് യുവർ കസ്റ്റമേഴ്സ് ബേസ്ഡ് ഓൺ ദെയർ പേയ്മെന്റ്. ഓരോ പേയ്മെന്റ് കൂടുന്തോറും അവർക്ക് നമ്മളിലുള്ള ട്രസ്റ്റും കമ്മിറ്റ്മെന്റുമാണ് അത് കാണിക്കുന്നത്. ആ കമ്മിറ്റ്മെന്റ് തിരിച്ചു കാണിച്ചാൽ മതി. ആ കമ്മിറ്റ്മെന്റ് മാത്രം നമ്മൾ തിരിച്ചു കാണിച്ചാൽ മതി, അതിന്റെ അപ്പുറത്തോട്ട് കാണിക്കണ്ട. നമ്പർ 5, വില കൂട്ടാനുള്ള 5ാമത്തെ മാർഗം സെലക്റ്റീവ് പ്രൈസ് ഇൻക്രീസ്. എല്ലാ പ്രൊഡക്റ്റിനും വില കൂട്ടുന്നില്ല. നമ്മൾക്ക് മാത്രം മാർക്കറ്റിന് അല്ലെങ്കിൽ കസ്റ്റമർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ടാവും. കസ്റ്റമർക്ക് ഏറ്റവും നമ്മളിൽ നിന്ന് വേണ്ട ചില കാര്യങ്ങളുണ്ടാവും. ബാക്കിയെല്ലാം എല്ലായിടത്തും ഒന്നും കിട്ടുമായിരിക്കും, ഇത് മാത്രം എങ്ങൊന്നും കിട്ടില്ല. അതിന് മാത്രം വില കൂട്ടുക. മറ്റേതെല്ലാം കിട്ടുന്നുണ്ടാവും, പക്ഷെ ഇത് മാത്രം അവർക്ക് കിട്ടുന്നില്ല, അതിന് മാത്രം നമ്മുടെ വില കൂട്ടുക. ഏറ്റവും ആവശ്യമുള്ള കസ്റ്റമർക്ക് കസ്റ്റമർ ഏറ്റവും കൂടുതൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന, നമുക്ക് മാത്രം ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യത്തിന് എന്താണെന്ന് കണ്ടുപിടിക്കുക. അതാണ് നമ്മളുടെ യുണീക്നെസ്. ആ യുണീക്നെസ്സിന് ഫീസ് കൂട്ടുക. കൺസിസ്റ്റന്റ്ലി വിറ്റുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ഏറ്റവും ഹോട്ട് സെല്ലിംഗ് ആയിട്ടുള്ള ആ സർവീസിന്റെ ഫീസ് കൂട്ടുക ആണ്. മാർക്കറ്റിനെ കൃത്യമായി പഠിച്ച് ഇന്റലിജന്റ് ആയിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നു. സോ റേസ് യുവർ പ്രൈസ്. എന്ത് ചെയ്ത് നിങ്ങളുടെ വില കൂട്ടാൻ പറ്റും?